ഇന്നലെ ഒരുപാട് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നടേ. ഈ പടം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും പോളും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് എന്തിൻ്റെ നീക്കമ്പായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതേലും അതങ്ങനെയാണ്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മൾ ഏണി വെച്ച് പോയിട്ട് അതിൽ പറിക്കും എന്നുള്ളൊരു സെറ്റപ്പാണ്. കിങ്സ്റ്റൺ സംവിധാനം ചെയ്തിരിക്കുന്നത് കമൽ പ്രകാശ്, നായകൻ നമ്മുടെ ജി.വി. പ്രകാശ് കുമാർ. പുള്ളിക്കാരെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ധ്യാൻ ശ്രീനിവാസനാണ്. 25 പടങ്ങളെങ്ങാനോ പൊട്ടിച്ചിട്ടുണ്ട്, ഇത് 25ാമത്തെയാണ്. പുള്ളി അന്യായ മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോൾ ഉള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യും. സിനിമയുടെ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളിക്കാരൻ ചെയ്യും. പിന്നെ പക്ഷേ പുള്ളിയുടെ പാഷനായിരിക്കും സിനിമ അഭിനയിക്കാൻ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഈ പടം എൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേക്കും ഒരു വെറൈറ്റി സാധനം തോന്നിയിട്ട് പോയി കണ്ടതാണ്. ഒരു ഗ്രാമം, ഒരു മുക്കുവരൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമം, അപ്പോൾ അവിടെ കടലിൽ പണ്ടെങ്ങാണ്ട് ഒരു വിഷയം നടന്നിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്ന് കടലിൽ ആർക്കും പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ അവിടെ പ്രേതങ്ങളുണ്ട്, പേയുണ്ട്, അവർ പിടിച്ച് കടലിൽ താക്കും. പോയവരെല്ലാം മരിച്ചാണ് തിരിച്ചു വരുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ അതിന് അങ്ങനെ ഒരു അഡ്വഞ്ചറസ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സീ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സിനിമയാണ്. ഈ പടത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയണമെങ്കിൽ കുറച്ച് സ്പോയിലറൊക്കെ വേണ്ടി വരും. ഈ സിനിമ കണ്ടേ അടങ്ങുമെന്ന് മുട്ടിയിരിക്കുന്നവർ ഈ വീഡിയോയുടെ ബാക്കി കാണണ്ട, അല്ലാത്തൊരു കണ്ട. അപ്പോൾ ഇതാണ് പണ്ട് കാലത്ത് നടന്ന ഒരു സംഭവം. ഇങ്ങനെ കടലിൽ ഒരു ചെറിയ വിഷയമുണ്ട്. ഒരു അപ്പൂപ്പൻ്റെ ശവം, ശവപ്പെട്ടിയോടെ കൊണ്ട് കടലിൽ താത്തത്. അതായത് കരയിൽ ആ ശവപ്പെട്ടി കിടന്നാൽ, ഭൂമിയുടെ അടി കിടന്നാൽ കരയിലുള്ളവർക്കൊക്കെ വിഷയം നടക്കും, കരയിലുള്ളവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കടലിൽ കൊണ്ടിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് യാതൊരു വേട്ടാവളിയും പറഞ്ഞു കേട്ടിട്ട് ഇവന്മാരെല്ലാം കൊണ്ട് കടലിൽ കൊണ്ടിടും. ഇവർ ജീവിക്കണതേ മീൻ പിടിച്ചാണ് ജീവിക്കണത്. എന്നാൽ പിന്നെ ഒരു അപ്പുറത്തെ 2-3 പഞ്ചായത്ത് അപ്പുറത്തുള്ള കടലിൽ കൊണ്ടിട്ട് അവർക്ക് പ്രശ്നം പറ്റില്ലായിരുന്നു. കറക്റ്റായിട്ട് അവരെ കടലിൽ തന്നെ കൊണ്ടിടുകയും ചെയ്ത് യുവമാർക്കൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമായി. പിന്നെ വാലിപ്പരുത്തിൻ്റെ 10 എന്തരം എടുത്ത് വെച്ചിട്ട് മറ്റേ ബോർഡർ കെട്ടി വെച്ചിരിക്കുകയാണ് കടലിൽ, കമ്പ് കെട്ടിയിട്ട്. അപ്പോൾ അത് കടലിൽ ഈ വാലി കെട്ടിയതുകൊണ്ട് വാലി ഇറക്കമൊക്കെ വരില്ല. 10 ആണ്ടുകളോളം ആ വാലി അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലോജിക്കിനെ കുറിച്ച് പറയണ്ട. പിന്നെ ഫാൻറ്റസി പടമല്ലേ, ലോജിക്ക് നമ്മൾ നോക്കരുതല്ലോ. എന്നാലും എന്തോ തുടങ്ങി അതിനകത്തൊരു ലോജിക്ക് വേണ്ടേ, അവരുണ്ടാക്കുന്ന ലോജിക്കില്ലായ്മയ്ക്കകത്തൊരു ലോജിക്ക് വേണ്ടേ, അതില്ല ഇതിനകത്ത്. പിന്നെ കാലഘട്ടമൊക്കെ മാറി തിരിഞ്ഞൊക്കെ മറ്റേ ഭയങ്കര നോൺ ലീനിയർ ആയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടത് മാറി തിരിഞ്ഞൊക്കെ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് കുറേ സമയത്ത് നമ്മുടെ ജി.വി. പ്രകാശ് കുമാർ പറയണത് വേറെ എന്തോ പറയണത്, കേൾക്കണത് വേറെ എന്തോ. ചിലപ്പോഴൊക്കെ മിണ്ടായിരിക്കുമ്പോഴും ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കാണില്ല. നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും, വായങ്ങ അനക്കിയാൽ മതി, നമുക്ക് മറ്റേ ഡബ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് സമയം കിട്ടുള്ളൂ, എഴുതി കയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതായിരിക്കും. അങ്ങനെ അങ്ങ് പോയിട്ട് പിന്നെ എന്തോ കുറച്ച് വേറെ കടലിൽ കൂടിയൊക്കെയാണ് പരിപാടി. ഈ കടലിൽ പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ മറ്റേ പ്രാതം കിടക്കുകയല്ലേ. അപ്പോൾ കടലിൽ ഇവന്മാരെന്തോ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്, അവിടെ ഇപ്പുറത്തെ പ്രാതം വരില്ല എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അവിടെ എന്തോ മറ്റേ എന്തോന്ന് സലാഡ് വെള്ളരി പോലത്തെ എന്തോ ഒരു സാധനം കടത്തണ പരിപാടി. സലാഡ് വെള്ളരി അല്ല, അതുപോലത്തെ എന്തോ സാധനമാണ്, എന്തോ പേര് പറഞ്ഞത് എന്തോ, അത് ഇല്ലീഗലാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇവന്മാർ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് ഈ ഇല്ലീഗൽ സാധനത്തിൻ്റെ അകത്ത് വച്ച് കടത്തുന്നു. അങ്ങനെ ഒരു ഡ്രഗ്സ് കടത്തണമെങ്കിൽ ലീഗലായിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൽ കൂടെ ഇവിടെ കടത്തുന്നത്. മറ്റത് പിടിച്ചാലും പ്രശ്നമില്ല, അതും ഇല്ലീഗലല്ലേ. അതിനകത്ത് പിന്നെ വേറെ ഇല്ലീഗൽ വയ്ക്കേണ്ട കാര്യം എന്താണ്? എന്തൊക്കെയുണ്ടോ. അതിൻ്റെയൊക്കെ ആൾ സാബുമോനാണ്. സാബുമോൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ദിവ്യ മഹാരാജയിലുള്ള അവളാണ് നായിക. സെക്കൻഡ് ഹാഫിലും കൂടി പുള്ളിക്കാരി ഈ ബോട്ടിനകത്ത് കയറി പറ്റിയിട്ടുണ്ട്. എന്തിനാണ് എന്തോ അവസാനം നായിക അവസാനം വരെ വേണമെന്നുള്ളതുകൊണ്ടായിരിക്കാം കൊണ്ടിട്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുക്കൻ്റെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അവൻ ഒരു ഇത്തിരി ഇമോഷണൽ കണക്ഷൻ, എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് അവൻ്റെ അടുത്താണ് ഈ സിനിമയെ തോന്നിയത്. ബാക്കിയൊക്കെ ഇങ്ങനെ കണാകുണാന്ന് പറഞ്ഞിട്ട് ഒരു തൂത്തുക്കുടി സ്ലാങ്കം പിടിച്ച് കുറേ ഒന്നും മനസ്സിലാവാത്തതിൻ്റെ അല്ല, അതുകൊണ്ടാണല്ല ഞാൻ ഇത് പറയണത്. നമ്മളെത്ര പടങ്ങൾ കണ്ടിരിക്കുന്നു, അതുകൊണ്ടല്ല. ഇങ്ങനെ വന്നിട്ട് സെക്കൻഡ് ഹാഫാണ് പിന്നെ റിയൽ. ഈ പടത്തിൻ്റെ എന്തോ മോട്ടീഫ് എന്താണോ അത് സെക്കൻഡ് ഹാഫാണ്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് മൊത്തം കളി മാറി. പിന്നെ ഫുൾ കടലിലേക്കാണ്. അതായത് യവനെ പ്രേതത്തിനെ തരണം ചെയ്ത് നാടിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ഇത്. അങ്ങനെ കടലിനകത്തോട്ട് പോയി. പിന്നെ അങ്ങോട്ട് നമ്മൾ രക്തരക്ഷസ് നാടകം കാണുകയാണ്. ഇത് ഒരു നല്ലൊരു പ്ലോട്ടാണ് ഈ ഒരു സാധനം. കടലിനകത്ത് കുറേ പ്രേതങ്ങൾ വരുന്നു, അവിടെ നിന്ന് സർവൈവ് ചെയ്യുന്നു എന്നുള്ള നല്ല കിടിലൊരു സാധനമായിരുന്നു. അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് വേണം. അതില്ലെങ്കിൽ ഈ പരിപാടിക്ക് വയ്യാത്ത പട്ടി കയ്യാലേറാൻ പോവല്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ സ്ക്രീൻ പ്ലേയുടെ കാര്യം കൂടി ഉണ്ട്. അത് പ്രേതം എന്ന് പറയണത്, ഒരു പ്രേതം വരുന്നത് നമ്മളെ വെനത്തിൻ്റെ പല്ലും മമ്മിയുടെ ബോഡിയും വെച്ചിട്ടുള്ള ഒരു പ്രേതം ഇടയ്ക്കിടയ്ക്ക് വരും. ഈ പ്രേതത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ പഠിപ്പിക്കാൻ പറ്റില്ല. അവർ ഒരു എൻ്റർടൈൻമെൻറ്റാണ് അവർക്ക്. അവരിങ്ങനെ പല രൂപത്തിൽ പല ഫാൻസി ഡ്രസ്സ് കളിച്ച് വരും. എന്നിട്ട് ഇടയ്ക്ക് കുറച്ചേരം അവർക്ക് സമയം കൊടുക്കും, റിലാക്സ് ചെയ്യും. ഒരു മറ്റേ ഗുസ്തി മത്സരം പോലെയാണ്, ബോക്സിംഗ് പോലെ. ഇങ്ങനെ അടിച്ചിട്ട് ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കും. ആ സമയത്ത് പ്രേതം കടൻ്റെ അടിയിലെ ബാറിൽ പബ്ബിലൊക്കെ പോയിട്ട് കളിച്ചിട്ടൊക്കെ വരും. അപ്പോഴേക്കും അവർ ഫ്ലാഷ് ബാക്കിലോട്ട് പോയിട്ട് ഫ്ലാഷ് ബാക്കിനകത്ത് മറ്റേ ആൾട്ടർനേറ്റ് റിയാലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നിന്നിട്ട് ഇവൻ വേറെ എവിടെയൊക്കെ പോയി, വേറെ ഏതോ കാലഘട്ടത്തിലൊക്കെ പോയി അവരുടെ ആൾക്കാരത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ സാബുമോനും ഉണ്ട് അവിടെ. സാബുമോനെ വെള്ളത്തിൻ്റെ അടിയിൽ സാബുമോൻ വെള്ളത്തിൻ്റെ വട്ടേ കിടന്ന് അടിയാണ്. അടിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇതുവരെ ഇല്ലാത്ത കഥ സാബുമോൻ ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് 15 മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിന്നിട്ട്. പിന്നെ വേറൊരു താത്ത
ഈ താത്ത അവന്മാർ കടലിൽ പോയി അറിഞ്ഞുകൊണ്ട് താത്തയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും താത്തയ്ക്ക് അറിയാം. താത്ത നേരത്തെ ഇത് പറഞ്ഞു കൊടുത്താൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അടുത്ത്. പക്ഷേ അതിനൊരു ത്രില്ലില്ലല്ലോ. താത്തയ്ക്ക് കുറേ കാര്യങ്ങൾ പറയും, പിന്നെ ബോറടിക്കും. പിന്നെ നീ ഒരു 15 വർഷം കഴിഞ്ഞിട്ട് വളർന്നിട്ട് അപ്പോൾ ഞാൻ ബാക്കി പറയാം. പിന്നെ നീ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വളർന്നിട്ട് അപ്പോൾ ഞാൻ ബാക്കി പറയും. ഇതാണ് താത്തയുടെ പരിപാടി. പക്ഷേ താത്ത കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. അവസാനം അവന്മാർ കടലിൽ പോയപ്പോഴാണ് താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിച്ചാലും നീ കടലിൽ പോകുള്ളൂ, ഞാൻ മരിക്കും മുമ്പേ നീ കടലിൽ പോകില്ലെന്ന് എന്ന് പറഞ്ഞപ്പോഴേ എന്തെങ്കിലും അവന്മാർ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മരിച്ചേക്കാം, മരിച്ച് പ്രായമായിട്ട് പോയിട്ട് അവനടുത്ത് ബാക്കി കഥ പറഞ്ഞു കൊടുക്കാതെ പറഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവന്മാർക്ക് സ്വസ്ഥത കൊടുക്കില്ല. ഇയാൾ മരിച്ചിട്ട് പ്രായമായിട്ട് കടലിൽ പോയിട്ട് അവൻ്റെ അടുത്ത് കാര്യം പറയാൻ പോകും. എന്നിട്ട് അവ പ്രായമാണെന്ന് ഇവൻ്റെ അറിയാം, മനസ്സിലായിട്ട് താത്ത എഴുതി താത്ത എന്നിട്ട് ഈ താത്തയെ വന്ന് വേറെ കുറേ പ്രാണികൾ പിടിച്ചോണ്ട് കൊടുക്കുക. നീ അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടാന്ന് പറഞ്ഞോട്ട്. ഇതൊക്കെയാണ് ഇത് നടക്കണത്. എന്നിട്ട് ഇവൻ്റെ കാര്യം ജീവി പ്രകാശിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് കേട്ടോ. അവിടെ ഓൾറെഡി പ്രായത്തിൻ്റെ പ്രശ്നം അവിടെ നാട്ടുകാർ മൊത്തം പറയണം. അവിടെ പോയി 2-3 സ്റ്റെപ്പായിട്ട് പ്രായങ്ങൾ വന്ന് നിന്നിട്ട് ഇല്ലെങ്കിൽ ഒരു നോർമൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവന് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കും അത്? ഭയങ്കര പ്ലാനിങ് ആണ്. ഒരു തുണ്ട് എന്തോ കുറേ താളി പോലെ എന്തോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. അത് ഇത്രയും നാളും ആ ബോട്ട് ആ കടലിൽ കരയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴൊന്നും അവന്മാർക്ക് അത് നോക്കാൻ പറ്റിയില്ല. കടലിൽ പോയിട്ട് നടുക്കള ഇന്നപ്പോഴാണ് അവനത് വായിക്കാനുള്ള സമയം കിട്ടിയത്. അത് വായിച്ചിട്ട് അവിടെ അങ്ങനെ കുറേ അയ്യോ അത് ഈ നോൺ ലീനിയർ എടുത്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യന് ക്ഷമയെ പരീക്ഷിച്ച് കളയട്ടെ. ഇവിടെ നിന്ന് അങ്ങ് പോയി അവിടെ നിന്ന് മറ്റിടത്ത് പോയിട്ട് അവിടെ തിരിച്ചു വന്നിട്ട് എന്തിനാണ് ഏതിനാണ് ഇതൊക്കെ ഒന്ന് നേരെ കാണിച്ചിരുന്നെങ്കിൽ. പിന്നെ ഈ പ്രാതങ്ങളിലൊക്കെ ആരാണെന്തോ ഈ ചതിക്കാത്ത ചന്തുവിൽ ഭാവന പറഞ്ഞ കണക്കിന് മേക്കപ്പ് ചെയ്തിട്ട് കുറേ എണ്ണം കടലിൽ ഇങ്ങനെ പറന്ന് കളിക്കും. എന്നിട്ട് അവരെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കും ഈ നായിക. അതാണ് കോമഡി. ഈ നായിക ഒറ്റയ്ക്ക് ഈ പ്രാതങ്ങൾ 10-20 പെണ്ണുങ്ങൾ കടലിൽ പോയവരാണ് പ്രാതമാവണമെന്നാണ് നമുക്കൊരു നോർമൽ ലോജിക്ക് വരണത്. ഈ പെണ്ണുങ്ങളൊക്കെയാണ് കടലിൽ പോയത്. എന്താ ഒന്ന് കുറേ എണ്ണത്തിന് മറ്റേ വെള്ളയും ഇത് ഇട്ട് മറ്റേ മുഖത്ത് ഒരു സൈഡിലൊക്കെ കീറി പൊളിച്ച് ഇങ്ങനെ തിരിച്ച് പ്രാനാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. മുട്ടം കോമഡിയാണ്. പിന്നെ അങ്ങോട്ട് ചിരിച്ച് മരിക്കാം. ഈ ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് എമ്മാർ കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കോമഡി മലങ്കൾട്ട് സാധനമാണ്. അങ്ങനെ ആസ്വദിച്ചൊക്കെ കാണാം. വെള്ളത്തിൽ ഗോൾഡും കൊണ്ടുപോയ റോക്കി ബൈ ഇല്ലേ, റോക്കി ബൈ വിത്ത് ശവപ്പെട്ടി ഇതിനകത്തുണ്ട്. അതൊക്കെ കണ്ടെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പം ഒരു സ്വർണ്ണ കളറിൽ ഒരു മുട്ടാശ് പൊതിഞ്ഞ് വരില്ലേ, അതുപോലത്തെ ഗോൾഡുകളാണ്. അതൊക്കെ അങ്ങനത്തെ കുറേ പരിപാടികൾ. അതിൽ ഇത്രയും കിലോ ഉള്ള സാധനങ്ങൾ തൂക്കിയെടുത്തുകൊണ്ട് ബോട്ടിൽ കയറുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്നൊരു സാധനം അവൻ കാണിച്ചില്ലല്ലോ, സന്തോഷം എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ അവരുടെ സംവിധായകൻ്റെ പേരും കാണിച്ചിട്ട് ഈ കഥ ഇതോത്തെ മുടിയല്ലേ ഇനിയും ഉണ്ട് നീയൊക്കെ വാടാ എന്നും പറഞ്ഞിട്ടാണ് സിനിമ തീർത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു. ഒരുപാട് ചിരിച്ചു. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ചിരിക്കാൻ ഒത്തിരി കുറവായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു മടുപ്പായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എന്നുകൊണ്ട് മറ്റേ ഇന്ന് പറഞ്ഞാൽ സ്ലോ അല്ലല്ലോ. അപ്പോൾ പടപടയാത്ത സംഭവം പോകട്ടെ, എന്തൊക്കെയോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പടപടയെ മറ്റേ ഫ്ലാഷ് ബാക്ക് ഫ്രണ്ട് മറ്റേത് KGF-ലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഇല്ലേ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതാണ് അതും ഇങ്ങനെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു ചെറുക്കൻ്റെ ഞാൻ പറഞ്ഞില്ല ആ കേസ്. അത് അത്രയും ഇമോഷണലി കുറച്ച് വന്നിട്ടും പിന്നെയും അത് ലാസ്റ്റ് ലോജിക്കൊന്നുമില്ല. കസ്റ്റംസുകാർ അവരൊക്കെ കുറേ പേര് വന്നിട്ട് അവന്മാർ പിന്നെ അവിടെ പോയി, അവന്മാരെങ്ങനെ ഇവിടെ എത്തി. ഏറ്റവും വലിയ കോമഡി ഇതിലെ പ്രേതങ്ങളാണ്. അവന്മാരെ എത്രയും കോമഡി പീസ് പ്രേതങ്ങളാണ്. ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയിൽ കണ്ടില്ലേ, അവന്മാരെ പേടിച്ച് പ്രേതങ്ങൾ ഓർഡർ എന്തരാ വരട്ടെ.